5 പെൺകുട്ടികളും ഒരാണുമാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. ഞാൻ ഏറ്റവും ചെറുതാണ്. 5 പെൺകുട്ടികളും 5 സ്ത്രീകളും ഒരാൺകുട്ടി, ഒരു ചേട്ടനും. അതിലേറ്റവും അവസാനത്തെ ആളായിരുന്നു ഞാൻ. അപ്പം എന്നോട് കുറച്ച് വാത്സല്യം അച്ഛന് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളർന്നു. കൃഷി ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക, പറമ്പുകളൊക്കെ പിന്നീട്, അതായത് ഞാൻ വളർന്നൊരു 18 വയസ്സൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് അച്ഛൻ കഷ്ടപ്പെട്ടു, 8ാം ക്ലാസ്സിൽ മരണപ്പെട്ടു. പക്ഷേ ആ സമയത്ത് തന്നെ ഈ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളുണ്ടല്ലോ, ഈ സമ്പാദ്യങ്ങളൊക്കെ അന്നൊക്കെ അമ്മ പറയും, ഒരു വീട്ടിൽ കിട്ടിയിട്ടുള്ള ഓട്ടുപാത്രങ്ങളും അതുപോലെ കാതിൽ കിടക്കുന്ന 2 കമ്മലും അതുപോലെ ഒരു 6 അവിടുത്തെ എന്താ പറയുക നില ഒഴാനുള്ള നമ്മുടെ നല്ല പോത്തുകൾ, കാരണം അത് പാടത്ത് പണിയെടുക്കുന്നവരെയൊക്കെ വീട്ടിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പല പല സാധനങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടാണ് അന്നത്തെ കാലത്ത് 1 ഏക്കർ പറമ്പ് കിട്ടിയതെന്ന് പറയും. അപ്പോൾ അത്രയും എന്താ പറയുക, അന്നത്തെ സമയം അതായിരുന്നു. അപ്പോൾ ഒരുപാട് ദാരിദ്ര്യം കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായി. നമ്മൾ അതിലൂടെയൊക്കെ കടന്നു വന്നു. എൻ്റെ അമ്മ എൻ്റെ അച്ഛനേക്കാളും അധ്വാനശീലമായിട്ടുള്ള ഒരാളായിരുന്നു. അതായത് ഭയങ്കര ഒരു കരുത്താണ് അമ്മ എന്ന് പറയുന്നത്. അമ്മ എനിക്ക് മാത്രമല്ല, ആ നാട്ടിൽ മുഴുവൻ അമ്മയ്ക്ക് ഒരു ഇരട്ടപ്പേര് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കരുത്ത് കണ്ടിട്ട്, ഈ തൻ്റെ ഇടം കണ്ടിട്ട്. 8ൽ അച്ഛൻ മരിച്ചതിന് ശേഷവും അമ്മ 2 കൂലിപ്പണി, 2 ആണുങ്ങൾ എടുക്കുന്ന പണിയെടുക്കാൻ ശക്തിയുള്ള ആളാണ്. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. അപ്പം എന്നോടൊക്കെ പറയും, പാടത്തൊക്കെ പണി നടക്കുമ്പോൾ ഇങ്ങനെ നില ഉഴുമല്ലോ, ഉഴുതു കഴിഞ്ഞാൽ അവിടെ നമ്മൾ തോല് കൊണ്ടുപോയി വെക്കും, എന്നിട്ട് വീണ്ടും അതിനെ ഉഴുതു മറക്കുക. അപ്പോൾ ഈ തോല് കൊണ്ടുപോയി തോല് എന്ന് പറഞ്ഞാൽ ഈ ശീമക്കൊന്നാന്ന് പറയും, അതിൻ്റെ ഇലകൾ അതുപോലെ ചെടികളൊക്കെ വെട്ടിയിട്ട് നമുക്കൊരു കെട്ടാക്കിയിട്ട് അവിടെ അമ്മ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എത്ര ചെറിയ കുട്ടിയാണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് അറിയാം ഞാനത് ചെയ്തിരിക്കണം. അത് എനിക്കും വിട്ടുവീഴ്ചയില്ല. ഞാൻ ചെറിയ മോളല്ലേ വെച്ചിട്ട് എനിക്ക് വിട്ടുവീഴ്ച ഒന്നുമില്ല, അത് ചെയ്യണം. അമ്മ കൊയ്യാൻ പോകുമ്പോൾ അമ്മയുടെ കൂടെ പോകണം, ആ കറ്റ നമ്മൾ ചുമക്കണം. അത് ചെറിയ കുട്ടിയല്ല, അപ്പോൾ ചെറിയ കറ്റ തരും. അപ്പോൾ അതിന് ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം എന്താ വെച്ചാൽ, എങ്ങനെയാണോ രക്ഷാകർത്താക്കൾ കഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ കുട്ടികളും പണിയെടുക്കണം എന്നുള്ളൊരു പാഠം എനിക്ക് എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതിന് ശേഷം പഠിപ്പിക്കും. പിന്നെ അമ്മ അതൊരു 1000 തവണ പറയും. അതായത് എങ്ങനെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ ഈ സാഹചര്യങ്ങൾ ഉണ്ടായതെന്ന് എപ്പോഴും പറഞ്ഞു തരും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ ഒരു ചേച്ചി കല്യാണം കഴിച്ച് പോവും, അടുത്ത ആളിനെ കല്യാണം കഴിപ്പിക്കാറാവും, പിന്നെ ആ ചേച്ചി പ്രസവിക്കാൻ വരും. അങ്ങനെ എപ്പോഴും വീട്ടിൽ പ്രാരാബ്ദങ്ങൾ, അതിൻ്റെ ഇടയിൽ ഒരമ്മ. അപ്പോൾ ആ അമ്മ അതിനെ അതിജീവിക്കുന്നത് കണ്ട് എനിക്ക് അതിൽ നിന്നൊരു വലിയൊരു ഊർജം കിട്ടി. ജീവിതത്തിലൊരു വലിയ പാഠം എനിക്കതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിലും ആ ദാരിദ്ര്യത്തിനിടയിലും എൻ്റെ അമ്മ ആളുകളെ സഹായിച്ചിരുന്നു, എൻ്റെ അച്ഛൻ ആളുകളെ സഹായിച്ചിരുന്നു. അതൊരു പക്ഷേ എനിക്ക് കിട്ടിയിട്ടാവാം എനിക്കിപ്പോൾ ഇത്രയും കുട്ടികൾ. ഞാനിപ്പോൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെ എൻ്റെ മക്കളോട് പറയും. കാരണം എൻ്റെ മൂത്ത മകൻ സയൻറ്റിസ്റ്റാണ്. അയാൾ ഡൽഹി IITയിലാണ് പഠിച്ചത്, 6ാം റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അയാൾ അത് കഴിഞ്ഞ് ജർമ്മനിയിലൊരു യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറായിട്ട് ജോലിക്ക് പോകുമായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശശി തരൂരിന് ശേഷം പബ്ലിക് പോളിസിക്ക് സെലക്റ്റഡായ ഒരു 3 കുട്ടികളിൽ ഒരാളായി. ഇപ്പോൾ സൗത്തിൽ നിന്ന് എൻ്റെ മകൻ മൂത്താളാണ് അതിൽ ഉണ്ടായത്, ഹരിലാൽ കൃഷ്ണ. ബാക്കി 2 നോർത്ത് ഇന്ത്യൻ കുട്ടികളായിരുന്നു. അപ്പോൾ അവർ പല യൂണിവേഴ്സിറ്റികളിലും സെലക്ഷൻ കിട്ടി. പക്ഷേ ഏറ്റവും കൂടുതൽ നൊബേൽ ജേതാക്കളുള്ള കാലിഫോർണിയ ബർക്കലിയിലാണ് അയാൾ ജോയിൻ ചെയ്തത്. അവിടെ ജോയിൻ ചെയ്തു, പബ്ലിക് പോളിസി പൂർത്തിയാക്കി. പിന്നെ അവിടെ ഒരു സോളാർ കമ്പനിയുടെ തലപ്പത്ത് വലിയൊരു ഭാഗ്യവശാൽ വലിയൊരു ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ആൾ എൻ്റെ മോൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൂത്താൾ ഹരിലാൽ കൃഷ്ണയാണ് അവൻ്റെ പേര്. അവൻ്റെ സ്റ്റഡി, അവൻ്റെ കാര്യങ്ങൾ, അതിലൂടെ നമ്മളുടെ കാര്യങ്ങൾ ചെയ്തു തരുന്നു. ചെറിയ ആളെന്ന് പറയുന്നത്, ചെറിയ ആൾക്ക് പ്രധാനം എന്ന് പറയുന്നത് ആളുകളുടെ കാര്യങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ അപ്പോൾ ആളുകളുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യവും ഏൽപ്പിച്ചാൽ, ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് പെർഫെക്ഷൻ കൂടുതൽ സ്വന്തം കാര്യത്തിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ കാര്യത്തിലാണ്. അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇയാൾ CBSEയിൽ ഫുട്ബോൾ അസലായി കളിക്കുമായിരുന്നു. അപ്പോൾ ഫുട്ബോൾ പ്ലെയറായിട്ട് നാഷണൽ കളിക്കാൻ പോയി. അപ്പോൾ നാഷണൽ കളിക്കാൻ പോകുന്ന സമയത്ത് എന്നോട് പറയും, അമ്മ 1 കൊല്ലം നേന്ത്രപ്പഴം കൊണ്ടുവരുമെന്ന് പറയും. അതായത് 1 കിലോ കൊണ്ടുവരുമെന്നല്ല പറയണത്. അപ്പോൾ ഞാൻ ചോദിക്കും, 1 കൊല്ലം എന്തിനാ അമ്മ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ പറയും, അല്ല ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി പോവുകയാണ് കളിക്കാനായിട്ട്, അപ്പം അമ്മയ്ക്ക് വേണമെങ്കിൽ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാൽ. അപ്പോൾ യദുലാൽ കൃഷ്ണ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും അവനെ കാണാൻ പോവുക കൈ നിറച്ച സാധനങ്ങളായിട്ടാണ്.
അത് വണ്ടിയിൽ വെച്ച് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ. പിന്നീട് അയാൾ BBA കഴിഞ്ഞു. അയാൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ചെയ്യുക, ബിസിനസ് ചെയ്യുക. എന്നിട്ട് കുറേ എത്ര പൈസ ഉണ്ടാക്കിയാലും ആ പൈസകളൊക്കെ അയാൾ ഇതുപോലെ പല പല സാധാരണ നല്ല ഒരു രണ്ട് തരത്തിലാണ്. ഒരാൾ ചിന്തിക്കുന്നത് വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വഴികളിലൂടെയാണ്. പക്ഷേ അയാൾ കുടുംബസ്ഥനാണ്. എന്നോട് പറയും ചില സമയത്ത് രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമല്ല, മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ജനങ്ങളുമായിട്ട് സംവദിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഐഡിയാസ് ഒക്കെ പറഞ്ഞു. രാഷ്ട്രീയത്തിലേക്ക് വരുമോ? അല്ല, അങ്ങനെ ഒരു താല്പര്യം അയാൾക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ കൂടി ഇപ്പോൾ പബ്ലിക് പോളിസി പഠിച്ചിട്ട് വേറൊരു രാജ്യത്ത് ജോലി ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ മനസ്സിലാഗ്രഹം എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിലാഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ, IIT കഴിഞ്ഞ കുട്ടികൾ, IIM കഴിഞ്ഞ കുട്ടികൾ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ഇവരൊക്കെ ഇവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കി ഇരിക്കുകയല്ലാതെ നമ്മുടെ നാട് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവരുടെ കൂടി ഒരു സംഭാവന വേണ്ടേ.